സംവരണം 2029 നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ കൊണ്ടുവന്ന വനിതാ സംവരണ ഭേദഗതി ബില്ലും മണ്ഡല പുനർനിർണയ ബില്ലും ഇത് പരാജയപ്പെട്ടിരിക്കുകയാണ് ലോക്സഭയിൽ. കിരൺ ബാബു ചേരുന്നു വിവരങ്ങളുമായി. കിരൺ, 3-2 ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്നില്ല ഇവിടെ, പക്ഷേ അവസാന നിമിഷവും അതിനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു കേന്ദ്ര സർക്കാർ. പക്ഷേ ഇവിടെ ഞങ്ങൾ മുന്നോട്ട് വെച്ചു വനിതാ സംവരണം, പക്ഷേ വനിതകളെ ചതിച്ചു പ്രതിപക്ഷം എന്ന രൂപത്തിലുള്ള ആരോപണമായിരിക്കുമല്ലോ ഇനി ശക്തമാകാൻ പോകുന്നത്. മനുഷ്യ ഭരണപക്ഷം ആ രീതിയിൽ തന്നെയായിരിക്കും ആരോപണം ഉന്നയിക്കുക. കാരണം ഇത്തരമൊരു ബില്ല് പരാജയപ്പെടും എന്നത് ഭരണപക്ഷത്തിന് 100% ഉറപ്പായിരുന്നു. അല്ലെങ്കിൽ അത്രത്തോളം വലിയ രാഷ്ട്രീയ അട്ടിമറി സംഭവിപ്പിക്കാൻ പ്രാപ്തമാവണമായിരുന്നു. കാരണം അത്തരമൊരു രാഷ്ട്രീയ അട്ടിമറിക്ക് ഒരു കാരണവശാലും പ്രതിപക്ഷത്ത് നിന്ന് ഏതെങ്കിലും പാർട്ടികൾ നിൽക്കാൻ തയ്യാറാകുമായിരുന്നില്ല. കാരണം ആത്യന്തികമായി ഈ ബിൽ ഇപ്പോൾ ഭരണഘടനാ ഭേദഗതി ബിൽ പാസ്സായാൽ പിന്നീട് 50% എങ്ങനെ വേണം എന്നത് സംബന്ധിച്ച് ഭരണഘടനാ ഭേദഗതി ആവശ്യമില്ല. അത് കേവല ഭൂരിപക്ഷത്തിന്, ഒരാളുടെ ഭൂരിപക്ഷത്തിനടക്കം സർക്കാരിന് പാസ്സാക്കാൻ കഴിയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ച് 2 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇതിന് മുന്നിലുള്ളത്. അവർക്ക് ഒന്ന് മണ്ഡല പുനർനിർണയം, 2 എങ്ങനെയാണ് ആകെ എംപിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത്. ഇന്നത്തെ വോട്ടിംഗ് നില കൂടി അതിനു മുമ്പെന്ന് പറയാം. ആകെ 489 പേരായിരുന്നു സഭയിൽ ഹാജരായിരുന്നത്. 489 പേരിൽ 326 പേരുടെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ 3-2 ഭൂരിപക്ഷത്തോടു കൂടി ബിൽ പാസ്സാക്കാൻ കഴിയുമായിരുന്നുള്ളൂ. 278 പേരുടെ ഭൂരിപക്ഷം വോട്ട് മാത്രമാണ് ലോക്സഭയിൽ ഭരണപക്ഷത്തിന് കിട്ടിയത്. എതിർത്ത് 211, 180 വോട്ട് മതിയായിരുന്നു. മുഴുവൻ അംഗങ്ങൾ ഹാജരായാലും 180 വോട്ട് മതിയായിരുന്നു എതിർത്ത് ഈ ബില്ലിനെ പരാജയപ്പെടുത്താൻ. അതിന് പകരമായി 180 പകരം 211 വോട്ട്, 31 വോട്ടുകൾ കൂടി അധികം ഹാജരായിരുന്നു. 31 വോട്ടുകൾ കൂടി പ്രതിപക്ഷത്തിന് അധികം ലഭിച്ചിട്ടുണ്ട്. 278 വോട്ട് മാത്രമാണ് ലഭിച്ചത്. 489-ൽ 326 ആയിരുന്നു വേണ്ടിയിരുന്നത്. ഇതിൽ പ്രതിപക്ഷ പാർട്ടികൾ ഇതുവരെയും ഇങ്ങനെയുള്ള ബില്ലുകളൊക്കെ വരുമ്പോൾ ഇതിനെ പരാജയപ്പെടുത്താൻ ഭരണപക്ഷത്തിന് കഴിയുമായിരുന്നു. കാരണം അവർ പലതരത്തിലുള്ള തന്ത്രങ്ങൾ, ബാക്ക് ഡോർ വഴിയായാലും ഫ്രണ്ട് ഡോർ വഴിയായാലും പലതരത്തിലുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ അത്തരം നയതന്ത്ര നീക്കത്തിലൂടെയൊക്കെ പാസ്സാക്കിയിരുന്നു. പക്ഷേ ഇവിടെ കഴിയാതിരിക്കാൻ പ്രധാനപ്പെട്ട ഒരു റീസൺ, ഈ ഭരണഘടനാ ഭേദഗതിക്ക് മാത്രമാണ് 3-2 ഭൂരിപക്ഷം ആവശ്യമായിട്ടുള്ളത്. ഈ ഭരണഘടനാ ഭേദഗതി പാസ്സായി കഴിഞ്ഞാൽ 2 തരത്തിലുള്ള ആശങ്കയുള്ളത്. ഒന്ന്, മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. അത് അമിത്ഷാ അവിടെ ഉറപ്പ് നൽകി എന്നതിനപ്പുറത്തേക്ക് ബില്ലിൽ അങ്ങനെ ഏതെങ്കിലും ഒരു വ്യവസ്ഥയില്ല. ബില്ലിൽ ഇല്ലാത്തൊരു വ്യവസ്ഥ സംബന്ധിച്ച് പിന്നീട് ഒരു ഭേദഗതി കൊണ്ടുവന്ന് മാറ്റുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമില്ല. അവിടെ കേവല ഭൂരിപക്ഷം മാത്രം മതി. രണ്ടാമത്തത് മണ്ഡല പുനർനിർണയമാണ്. മണ്ഡല പുനർനിർണയിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏത് സർക്കാരാണോ ഭരിക്കുന്നത് അവർക്ക് അനുകൂലമായ രീതിയിലേക്ക് മണ്ഡല പുനർനിർണയം വരുത്താൻ കഴിയും. അങ്ങനെ ഈ 2 സംഭവം ഉണ്ടായാലും സ്വാഭാവികമായും അതിന്റെ തിരിച്ചടി നേരിടാൻ പോകുന്നത് പ്രതിപക്ഷം ഭരിക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിടുക. അതുകൊണ്ട് തന്നെയാവും പ്രതിപക്ഷ പാർട്ടികൾ ആകമാനം ഒന്നിച്ചു നിന്നുകൊണ്ട് ഇത്തരമൊരു നീക്കം നടത്തിയത്. പക്ഷേ ഇതിൽ 2 തരത്തിലാണ് വ്യാഖ്യാനങ്ങൾ വരുന്നത്. ഭരണപക്ഷം ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ഇത് സ്ത്രീ സംവരണം നടപ്പാക്കാൻ വേണ്ടിയുള്ള ബില്ലിനെ പ്രതിപക്ഷം എതിർത്തു എന്നുള്ള തരത്തിലാണ്. പക്ഷേ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെയല്ല. ഇത് സ്ത്രീ സംവരണവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ട ഒരു ബില്ലല്ല. ഈ 3 ബില്ലുകൾ എന്ന് പറയുന്നത് 3 ബില്ലും, ഒന്ന് ആകെ ഉള്ള അംഗങ്ങളുടെ എണ്ണം 540 നിന്ന് 850 വരെ വർദ്ധിപ്പിക്കുക എന്നുള്ള 131 ഭരണഘടനാ ഭേദഗതി, രണ്ടാമത് ഡീലിമിറ്റേഷൻ, മൂന്നാമത് വരുന്നത് കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി ബന്ധപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി. ഈ 3 വിഷയവും സ്ത്രീ സംവരണം നടപ്പാക്കാൻ വേണ്ടിയാണ് എന്ന് കേന്ദ്ര സർക്കാർ വാദിക്കുന്നു. എന്നാൽ സ്ത്രീ സംവരണത്തിന് വേണ്ടിയല്ല, ഇത് രാഷ്ട്രീയ അട്ടിമറിക്ക് വേണ്ടിയാണ്, കുറുക്ക് വഴിയിലൂടെ അധികാരം നിലനിർത്താൻ വേണ്ടിയാണെന്ന് പ്രതിപക്ഷം വാദിക്കുന്നു. ഇനിയിപ്പോൾ സ്വാഭാവികമായും ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഏറ്റവും വലിയ എതിർപ്പ് സ്ത്രീ സംവരണത്തെ പ്രതിപക്ഷം അട്ടിമറിച്ചു എന്നാവും. പ്രതിപക്ഷം അതിനെ പ്രതിരോധിക്കുക. സ്ത്രീ സംവരണം നടപ്പാക്കാൻ വേണ്ടിയല്ല കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു ബില്ല് കൊണ്ടുവന്നത്. ഈ 3 ഭരണഘടനാ ഭേദഗതിയും കുറുക്ക് വഴിയിലൂടെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള കേന്ദ്ര സർക്കാരിന്റെയും അല്ലെങ്കിൽ BJPയുടെയും ശ്രമത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ആര് പറയുന്നതാവും കൂടുതൽ ജനങ്ങളിലേക്ക് ഫലപ്രദമായി എത്തിക്കാൻ കഴിയുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കും ഇതിൽ കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. ബിൽ പാസ്സായില്ല. വനിതാ സംവരണത്തിന് വേണ്ടി ഇനിയും കാത്തിരിക്കേണ്ടി വരും. 33% സീറ്റുകളിൽ വനിതകൾക്ക് സംവരണം കിട്ടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെയൊരു ബിൽ കൊണ്ടുവന്നത്, വനിതാ സംവരണ ഭേദഗതി ബിൽ കൊണ്ടുവന്നത്. പക്ഷേ അതിനെ പ്രതിപക്ഷം എതിർക്കുകയായിരുന്നു. മണ്ഡല പുനർനിർണയം ഇതോടെ കൂട്ടിക്കുഴയ്ക്കാൻ അനുവദിക്കുകയില്ല എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ നിലപാട്.